പരമശിവന്റെ ജന്മനക്ഷത്രമാണ് തിരുവാതിര. ധനുമാസത്തിലെ തിരുവാതിരയാണ് പരമശിവന്റെ പിറന്നാൾ. ശിവഭക്തർ ഉത്സവതുല്യമായി ആഘോഷപൂർവ്വം ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണിത്. പ്രത്യേകിച്ച് സ്ത്രീകൾ. പാർവതി ദേവിയും മഹാദേവനും വിവാഹിതരായ ദിവസം ധനുമാസത്തിലെ തിരുവാതിരയാണെന്നാണ് വിശ്വാസം. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ നീ രാത്രിയിലാരെ തേടുന്നു. ദീർഘമാംഗല്യത്തിനും ദാമ്പത്യ ഐക്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനുമായി ഈ ദിവസം സ്ത്രീകൾ തിരുവാതിര വ്രതം എടുക്കാറുണ്ട്. വ്രതങ്ങളിൽ തന്നെ ഏറ്റവും മഹത്തരവും ഫലദായകവുമായ വ്രതമാണ് തിരുവാതിര. മകയിരനാളും തിരുവാതിര നാളും തിരുവാതിര മഹോത്സവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിര കളിക്കുകയും പാതിരപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും ചെയ്യുന്നു. തിരുവാതിര ദിവസം സ്ത്രീകൾ മൂന്നും കൂട്ടി മുറുക്കും. പാതിരപ്പൂ ചൂടുന്നത് വരെ നാമജപവുമായി കഴിച്ചുകൂട്ടണം. അതിനുശേഷം പാതിരപ്പൂ ചൂടി തിരുവാതിര കളിക്കണം. അതിനുശേഷം തുടിച്ച് കളിക്കണം, അതായത് കുളത്തിൽ മുങ്ങിക്കുളിക്കണം. പണ്ടൊക്കെ 10 ദിവസമായിരുന്നു വ്രതം. അങ്ങനെ നീളുന്നു തിരുവാതിര വിശേഷങ്ങൾ. ഒരുപാടൊന്നും പറയുന്നില്ല കേട്ടോ. നമ്മുടെ മക്കൾ ഇവിടെ പ്രാക്ടീസിലാണ്. ഞങ്ങൾക്കും ഉണ്ട് തിരുവാതിര വൈകിട്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ധനുമാസ തിരുവാതിര ആശംസകൾ നേരുന്നു. തിരുവാതിരയിൽ ശ്രീ പാർവതിയായി പെണ്ണേ